ഈ വീഡിയോയിൽ ഒരു 2-3 ദിവസത്തെ ഒന്നിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ. യൂട്യൂബിൽ കുറേ വീഡിയോകൾ കണ്ട് എങ്ങനെ എളുപ്പത്തിൽ കേക്ക് ഉണ്ടാക്കാം എന്ന് നോക്കി പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ് കേട്ടോ. അത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഒന്നും അറിയാണ്ടിരുന്ന എനിക്ക് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മീൻസ് പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും ചിലപ്പോഴൊക്കെ പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മുട്ടയുടെ മഞ്ഞയും വെള്ളം വേറെ മാറ്റണമൊന്നുമില്ല. 3 മുട്ടയാണ് അതിലേക്ക് ഇട്ടേക്കണത്. അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പൊടിക്കാത്തയാണ് ചേർത്തത് കേട്ടോ. ഞാൻ ജസ്റ്റ് ചുമ്മാ അവർക്ക് വൈകിട്ട് ചായക്ക് കഴിക്കും കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യണതൊക്കെ കണ്ട് അതേപടി അവിടെ കോപ്പി അടിച്ച് എൻ്റെ അപ്പൂസ് പറഞ്ഞു ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തു അതിലേക്ക് പഞ്ചസാര പൊടിക്കാത്തയായിരുന്നു ചേർത്തത്. അങ്ങനെ പഞ്ചസാര 3 തവണയായിട്ടൊക്കെ ചേർത്തു, ഒന്ന് ബീറ്റ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് മൈദ അരിച്ച് ചേർത്തു, ഫോൾഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ കേക്ക് ടിന്നിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ കുറച്ച് മൈദ തൂക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളുടെ ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട്, കാരണം അതിനകത്ത് എയറൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തട്ടി കൊടുത്തിട്ടത് ഒരു പരീക്ഷണമാണ്. അപ്പോൾ അവർ പറഞ്ഞു, അമ്മേ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഹോർലിക്സ് ഇട്ട് കൊടുക്കാമെന്നേ. അങ്ങനത്തെ ചുമ്മാ ഒരു പരീക്ഷണാർത്ഥം കുറച്ച് ഹോർലിക്സിൻ്റെ പൊടിയൊക്കെ വിതറി കൊടുത്തിട്ടോ. അങ്ങനത്തെ ഞാൻ ഓൾറെഡി ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിരുന്നു. അങ്ങനെ അതിന് ശേഷമാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഞാൻ ഓവനിലേക്ക് വെച്ചത്. പിന്നെ ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റാണ് പിന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനത്തെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാണ്ട് തന്നെ സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇത് വൈകിട്ട് അപ്പയും മക്കളും കൂടെ കടയിലൊക്കെ പോയിട്ട് അപ്പൂസിന് ഒരു ഡോക്ടർ സെറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ സെറ്റ് വാങ്ങിയ സന്തോഷത്തിലാണ് അപ്പൂസ്. ഇതിനു മുമ്പ് അവൻ്റെ ക്രീമും പൗഡറൊക്കെ വെച്ചിട്ട് ഡോക്ടർ പേഷ്യൻ്റാക്കി കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഡോക്ടർ സെറ്റ് വാങ്ങിച്ചു കൊടുത്തതാണേ. അപ്പോൾ അതിനകത്ത് കത്രികയൊക്കെ കണ്ടപ്പോൾ കത്തിരി ഇതൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ സിറിഞ്ചൊക്കെ കണ്ടപ്പോൾ സിറിഞ്ചിലൊക്കെ ലോഡ് ചെയ്ത് അങ്ങനെ ഓരോന്നും എടുത്ത് അവൻ പേരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കിഡ്നിട്രേ, അത് എന്തുട്ട് സാധനം. അപ്പോഴാണ് ആള് ചോദിക്കണത് ഈ സാധനം എന്തുട്ടാന്ന് കേട്ടോ. അങ്ങനത്തെ കിട്ടിയപ്പോൾ തന്നെ ഒക്കെ പൊട്ടിച്ച് ഒക്കെ ഓരോന്ന് നോക്കിയെടുത്ത് പേരൊക്കെ ചോദിച്ചറിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ചിലത് കത്രിക കണ്ടപ്പോൾ കത്രിക എന്നൊക്കെ പറഞ്ഞറിയാം. അങ്ങനത്തെ രാത്രി കിടക്കുന്ന നേരം അപ്പയുടെ വായിൽ പല്ലെടുക്കണം കേട്ടോ. അപ്പം ആദ്യം വാ തുറന്നു കൊടുത്തില്ല. അന്നേരം വാ തുറക്കുക അപ്പയും പറഞ്ഞുകൊണ്ട് അപ്പൻ വഴക്ക് പറഞ്ഞ് വായൊക്കെ തുറപ്പിച്ചാണ് കേട്ടോ. എന്നിട്ട് അപ്പയുടെ പല്ലൊക്കെ എടുത്തിട്ട് സൈഡിൽ കിഡ്നി ട്രേയിലേക്കാണ് എടുത്തു വെക്കുന്നത്. എന്നിട്ട് ഞങ്ങളിത് പിറ്റേന്ന് രാവിലെ അപ്പൂസിനെ സ്കൂളിൽ വിട്ടില്ല. അപ്പോൾ അപ്പൂസിന് പനിയും ഇയർ ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ 5 ദിവസം കഴിയുമ്പോൾ കൊണ്ട് കാണിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോയാൻ കേട്ടോ. അപ്പോൾ അവന് ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. അപ്പം ഞാൻ നമുക്ക് ഹോട്ടലിൽ കടയിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് സമ്മതിച്ചത്. അങ്ങനത്തെ ഞങ്ങളുടെ പോയി ഡോക്ടറെയൊക്കെ കണ്ടു. തിരിച്ച് ഞങ്ങളത് ഹോസ്പിറ്റലിൻ്റെ ഓപ്പിന്ന് ഒക്കെ ആയിട്ട് നമുക്ക് മെയിൻ ഗേറ്റ് വരെ നമുക്ക് ഇത്തിരി ദൂരമുണ്ട്. അപ്പോൾ അവിടുന്ന് 2 വണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വണ്ടിയുണ്ട്. അപ്പോൾ വണ്ടി നമുക്ക് ഗേറ്റിനവിടെ വരെ കൊണ്ടുവരും. ഗേറ്റിനവിടെ നിന്ന് തിരിച്ച് ഹോസ്പിറ്റലിലെ ആൾക്കാരെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് പിന്നെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വെയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ തൊപ്പിയൊക്കെ ഊരി വെച്ചു. ഇത് ഞങ്ങളുടെ ഇടവകയുടെ കപ്പേളയാണ് കേട്ടോ. കൊച്ചു ത്രേസ്യയുടെ കപ്പേളയാണ്. അങ്ങനത്തെ ഞങ്ങളിത് വീട്ടിലെത്തിയിട്ടോ. പിന്നെ നല്ല വെയിലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ മടുത്തു പോയേ. അപ്പോഴേ കയറിട്ട് അപ്പൂസ് പറയണോ വീട്ടിലെത്തി മടുത്തു പോയത്. അപ്പടെ ഊട്ടി കൊണ്ടുപോയി മെടുക്കണ കേട്ടാ. ടി വി വെച്ചിട്ടാട്ടാ. നമ്മുടെ ഫോൺ തരില്ല. ഇത് പിന്നെ പിറ്റേ ദിവസം വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്ക് രാവിലെ കഴിക്കാൻ പൂരിയും കിഴങ്ങറിയായിരുന്നു കേട്ടോ. വല്ലപ്പോഴും ഇവിടെ പൂരി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അവിടേക്ക് വല്ലപ്പോഴൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ പൂരി ആക്കിയപ്പം കിഴങ്ങാറിയാണ് കൂടുതലുണ്ടാക്കാറ് കേട്ടോ. അങ്ങനത്തെ പിന്നെ ചായയൊക്കെ കുടിച്ച് അന്ന് അബിക്കും അപ്പൂസിനും അവധിയുള്ള ദിവസമാണ്. അതായത് ബുധനാഴ്ച കേട്ടോ. ചേട്ടായിക്ക് അന്ന് ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ 10:30 ആകുമ്പോഴേക്ക് പോയാൽ മതി ചേട്ടായിക്ക്. എൻ്റെ അഭിമുഖമാണെങ്കിൽ പൂരിയുടെ അത്ര താല്പര്യമില്ല. എന്നാലും കിഴങ്ങറി ആയതുകൊണ്ട് ആൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ ആ ദിവസം വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ്, വ്യാഴാഴ്ചയുള്ള വീഡിയോ ആണ്. അപ്പോൾ അന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ.
അപ്പം അപ്പൂസിനാണെങ്കിൽ കുറച്ച് ദിവസം സ്കൂളിൽ പോകാണ്ടിരുന്നതുകൊണ്ട് എനിക്ക് അവധിയെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ ഇരിക്കും കേട്ടോ. സ്കൂളിൽ പോകാൻ റെഡി ആയില്ലേ. അപ്പം ബസ്സൊന്നും പുള്ളിക്ക് റെഡി ആവാഞ്ഞുകൊണ്ട് പിന്നെ ചേട്ടായി രാവിലെ മടിയും കൂടി ആയതുകൊണ്ട് രാവിലെ കൊണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അതേ ചേട്ടായി അബീനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടു. അപ്പൂസിനെ സ്കൂളിൽ കൊണ്ടാക്കി കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഇത് മഷിത്തണ്ടില്ലേ, ഇതാണെങ്കിൽ കുറേ നാളായിട്ട് ഇങ്ങനെ നിൽക്കാനുണ്ടോ. എനിക്കാണെങ്കിൽ അത് പിഴുത് കളഞ്ഞ് തോന്നണില്ലേ. അതാണെങ്കിൽ ഇങ്ങനെ തഴച്ച് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ സ്ലേറ്റിലൊക്കെ എന്തോരമാണ് ഇത് വെച്ചൊക്കെ മായച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പിഴുത് കളയാൻ തോന്നിയില്ല കേട്ടോ. ഇവിടെ അങ്ങനെ വെച്ചേക്കുവാണേ. പിന്നെ ഇതെൻ്റെ ഈ ആകാശമൂല്യമാണെങ്കിൽ ഞാൻ ഇവിടെ ഈ വീട്ടിൽ താമസത്തിൽ വന്ന സമയത്ത് ഇതിൻ്റെ പറമ്പിൽ ചുമ്മാ പൂ പിടിച്ചിറക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു അരിയൊക്കെ പാകിയിട്ട് അങ്ങനെ പിടിപ്പിച്ചെടുത്തതാണ്. പക്ഷേ ഇത് തഴച്ച് വളർന്ന് മേപ്പോട്ട് പോകുന്നതല്ലാണ്ട് ഇതുവരെ പൂ പിടിച്ച് കണ്ടില്ല കേട്ടോ. ഈ നല്ല പച്ച കളറിൻ്റെ കൂടെ ആ ഒരു ചുമന്ന പൂ ഇങ്ങനെ സ്റ്റാർ പോലെ പിടിച്ചിരിക്കുന്ന നല്ല ഭംഗിയല്ലേ. അപ്പം ഞാനാണെങ്കിൽ എന്നും പോയി നോട്ടമാണ് കേട്ടോ, പൂ പിടിച്ചതോ മൊട്ട് വന്നോന്നൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.